സാമൂഹിക സാഹചര്യങ്ങളിൽ വിധിക്കപ്പെടുമെന്നോ നിരസിക്കപ്പെടുമെന്നോ ലജ്ജിക്കപ്പെടുമെന്നോ ഉള്ള തീവ്രമായ ഭയമാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൽ ഉൾപ്പെടുന്നത്. ഇത് ദൈനംദിന ഇടപെടലുകളെ അമിതമായി തോന്നിപ്പിക്കുകയും ഒഴിവാക്കലിലേക്കും ഏകാന്തതയിലേക്കും നയിക്കുകയും ചെയ്യും. ചികിത്സയും വൈദ്യസഹായവും പ്രധാനമാണെങ്കിലും ദൈവത്തിന്റെ സത്യത്തിലൂടെ ബൈബിൾ ആശ്വാസം, ഐഡന്റിറ്റി, ആത്മവിശ്വാസം എന്നിവ നൽകുന്നു. ഒന്നാമതായി, നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്ന് ഓർമ്മിക്കുക. ഗലാത്യർ 1:10 പറയുന്നു, ഞാൻ ഇപ്പോൾ മനുഷ്യരുടെയോ ദൈവത്തിന്റെയോ അംഗീകാരം നേടാൻ ശ്രമിക്കുകയാണോ? ഞാൻ ഇപ്പോഴും ആളുകളെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ദാസനാകില്ല. മനുഷ്യന്റെയല്ല, ദൈവത്തിന്റെ അംഗീകാരം തേടാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഓരോ വ്യക്തിയെയും കാണുകയും വിലമതിക്കുകയും ചെയ്യുന്നു. യെശയ്യാവ് 43:4 പ്രഖ്യാപിക്കുന്നു, നീ എന്റെ ദൃഷ്ടിയിൽ വിലയേറിയവനും മാന്യനുമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ഭയത്തിന് അതിന്റെ ശക്തി നഷ്ടപ്പെടുന്നു. 2 തിമോത്തി 1:7 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. സാമൂഹിക ഉത്കണ്ഠ ചിന്തകളെ വളച്ചൊടിച്ചേക്കാം, പക്ഷേ ദൈവം വ്യക്തതയും ധൈര്യവും നൽകുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പമുണ്ടാകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. മത്തായി 28:20. നമ്മൾ ഒരിക്കലും യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ല. സാമൂഹിക ഉത്കണ്ഠയെ മറികടക്കുക എന്നത് ഒരു പ്രക്രിയയാണ്. എന്നാൽ ദൈവവചനം, പ്രാർത്ഥന, പിന്തുണ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭയത്തെ വിശ്വാസത്താലും ഒറ്റപ്പെടലിനെ ആത്മവിശ്വാസത്താലും മാറ്റിസ്ഥാപിക്കാൻ കഴിയും.